മനുഷ്യനേക്കാൾ ഐന്ദ്രിയമായ കഴിവുകളുള്ള ജീവികൾ ഒട്ടേറെയുണ്ട്. മനുഷ്യൻ കാണുന്നതിനേക്കാൾ ദൂരേക്ക് കാണാൻ കഴിയുന്ന ജീവികളുണ്ട്. പരുന്തിനും കഴുകനും കിലോമീറ്ററുകൾ അകലെയുള്ള ചെറുജീവികളെ പോലും കാണാൻ കഴിയും. രാത്രി സമയത്ത് പൂച്ചയ്ക്ക് കണ്ണ് കാണാൻ കഴിയും, മനുഷ്യന് കാണാൻ കഴിയുകയില്ല. മനുഷ്യൻ്റെ ഘ്രാണശക്തിയേക്കാൾ കൂടുതൽ ഒരു നായയുടെ ഘ്രാണശക്തിയുണ്ട്. ഒരു നായയ്ക്ക്, ഒരു പട്ടിക്ക് മണം പിടിച്ച് ഒരു വസ്തുവിനെ തിരിച്ചറിയാൻ കഴിയും. പക്ഷെ മനുഷ്യനത് കഴിയാറില്ല. ദേശാടന പക്ഷികൾ അവരുടെ അന്നം തേടിയിട്ട്, അവർക്കിണങ്ങുന്ന കാലാവസ്ഥകൾ തേടിയിട്ട് 3000 കിലോമീറ്റർ അകലെ വരെയുള്ള സ്ഥലത്തേക്ക് ഒറ്റ അടിക്ക് പറന്നു പോകും. മനുഷ്യന് അത്തരത്തിൽ കഴിയാറില്ല. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ മറ്റു ജീവികളെക്കാൾ ഒട്ടേറെ പിന്നിലായിട്ടുള്ള ചില ഫാക്കൽറ്റികളുണ്ട്. അവൻ്റെ ഐന്ദ്രിയമായ കഴിവുകളെ തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ, അവൻ്റെ സെൻസറി കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ മനുഷ്യൻ വളരെ ദുർബലനാണ്. പക്ഷേ മനുഷ്യൻ്റെ ശ്രേഷ്ഠത ഇതൊന്നുമല്ല. മനുഷ്യൻ അവൻ്റെ ശ്രേഷ്ഠതയെ തിരിച്ചറിയേണ്ടുന്നത് സുഭാഷിതങ്ങളിൽ ഒന്നിൽ പറയുന്നത് പോലെ ആഹാര നിദ്ര ഭയമൈഥുനം ച സാമാന്യമേതത് പശുഭിർനരാണ. പശു എന്ന് പറഞ്ഞാൽ മൃഗം, നരൻ എന്നാൽ മനുഷ്യൻ. മനുഷ്യനിലും മൃഗത്തിലും സമാനമായിട്ടുള്ള 4 കാര്യങ്ങൾ പറയുന്നു. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം. ഇത് മനുഷ്യരിലും മൃഗങ്ങളും ഒക്കെ ഒരേപോലെ തന്നെയാണ് ഇക്കാര്യത്തിൽ. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ മാത്രം നിർവഹിച്ച് ജീവിക്കുന്നവരെ ഒരർത്ഥത്തിൽ മൃഗം എന്ന് വിളിക്കാം. മനുഷ്യ ശരീരമുള്ള മൃഗം. ആഹാരം കഴിക്കുക, ഉറങ്ങുക, ഭയപ്പെടുക, ഇണചേരുക, ഈ 4 വ്യാപാരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ജനതയാണ് ഒട്ടുമിക്ക ജനതയും. വളരെ അപൂർവം ആളുകൾ മാത്രമാണ് അവൻ്റെ മൃഗീയമല്ലാത്ത, മൃഗങ്ങളിൽ കാണാത്ത വശത്തെ ഉപയോഗപ്പെടുത്തി ജീവിക്കുന്നത്. അത് പറയുന്നത് ബുദ്ധിർഹി തേഷാം അധികോ വിശേഷ. മൃഗങ്ങളിൽ നിന്നും അധികമായിട്ടുള്ള ഒരു വൈശിഷ്ട്യം എന്താണ്? ബുദ്ധിഹി, ബുദ്ധിയാണ്. ബുദ്ധ്യാവിഹീനാഹ പശുഭിഹി സമാനാഹ. ആ ബുദ്ധി അവൻ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അവൻ മൃഗത്തിന് സമാനനായിട്ട് തീരുന്നു. ആ ബുദ്ധിയെക്കുറിച്ചാണ് വിശിഷ്ടമായ ഒന്നായിട്ട് പറയുന്നത്. ആ ബുദ്ധി തന്നെ 2 തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ബുദ്ധി വിഷയബുദ്ധി എന്നും ആത്മബുദ്ധി എന്നും 2ആയിട്ട് തിരിയുന്നുണ്ട്. സാധാരണ വ്യക്തികളിൽ വിഷയബുദ്ധിയാണ് കൂടുതലും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ അന്വേഷണം ബാഹ്യലോകത്തും ആന്തരലോകത്തും ഒരുപോലെ അവന് നടത്താൻ കഴിയുമ്പോഴാണ് അവൻ അവൻ്റെ ആ വൈശിഷ്ട്യത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളുടെ ആളുകൾ കാണപ്പെടുന്ന ലോകം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുകയും അകത്തേക്ക് തിരയാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ അവന് അവൻ്റെ ജ്ഞാനത്തിൻ്റെ അഗാധമായ അനുഭൂതി മേഖലകൾ നഷ്ടപ്പെടുന്നുണ്ട്. ഒരു ജീവൻ അവനെ അറിയാതെ പോകുന്നു, അവൻ്റെ ആന്തരിക ലോകത്തെ അറിയാതെ പോകുന്നു. എന്നാൽ അവൻ്റെ ബാഹ്യലോകത്തിലുള്ള അന്വേഷണം അവൻ വികസിപ്പിച്ചെടുത്ത് അത് ആധുനിക ശാസ്ത്രം എന്ന രീതിയിൽ നമ്മൾ അറിയപ്പെടുകയും അതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളായിട്ട് നമ്മൾ വർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ബാഹ്യലോകത്ത് ജീവിതം സുഖപ്പെടുത്തുന്നതിലൂടെ സുഖത്തെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ്
ഒരു ബാഹ്യ ലോക വ്യാപാരി അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്യുന്നത്. ആധുനിക ശാസ്ത്രജ്ഞനും ഈ പരിഗണനയിൽ വരുന്ന ഒരാളാണ്. എന്നാൽ ഭാരതത്തിന് ഈ ബാഹ്യമായ അന്വേഷണത്തോടൊപ്പം തന്നെ ആന്തരികമായ അന്വേഷണത്തിൻ്റെ മേഖലയെ വളരെ അഗാധതയിലേക്ക് കൊണ്ടുപോയിട്ട് അറിയാൻ കഴിഞ്ഞ ഒട്ടേറെ മനീഷികൾ ഈ നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഭാരതം ലോകത്തിന് പ്രത്യാശയുളവാക്കുന്ന ഒരു നാടായിട്ട് മാറിയിട്ടുള്ളത്. മാക്സ് മുള്ളറെ പോലുള്ളവരിവിടെ വന്ന് ഉപനിഷത്തിൻ്റെ തത്വങ്ങൾ പഠിക്കുകയും ആ തത്വങ്ങൾ പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസം ഉണ്ടാവുകയും ചെയ്തു. ജീവിതത്തിന് ഒരു ആശ്വാസം ഉണ്ടാകുക. പോൾ ഡോയ്സൺ എന്ന് പറയുന്ന വേറൊരു ജർമ്മൻ പണ്ഡിതൻ ഭാരതത്തിൻ്റെ ഉപനിഷത്തുകൾ പഠിച്ച് ആനന്ദിച്ച ഒരു വ്യക്തിയാണ്. നിരവധി ആളുകൾ ഭാരതത്തിൻ്റെ ആന്തരികമായ അന്വേഷണത്തിൻ്റെ മേഖലകളെ പ്രതിനിധാനം ചെയ്യുന്ന ദാർശനിക ഗ്രന്ഥങ്ങളായ ഉപനിഷത്തുകളിലും യോഗശാസ്ത്രത്തിലും ആകൃഷ്ടരാണ്. പക്ഷേ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഇന്നും ഇവിടെ മനുഷ്യൻ്റെ ആന്തരികതയുടെ അന്വേഷണത്തിൻ്റെ ആ ഗുണഭോക്താക്കളാകാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം ശാസ്ത്രങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളും സമ്പ്രദായവും ഇന്ന് കാലഹരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതിന് കാരണം. നാം വിചാരിക്കുന്നു നമുക്ക് സുഖം ബാഹ്യലോകത്ത് നിന്ന് മാത്രം കണ്ടെത്തിയാൽ മതി എന്ന് ഒരു നിഗമനത്തിലേക്ക് പോകുന്നു. രാവിലെ എണീറ്റ് രാത്രിയാകുന്നത് വരെ എത്രമാത്രം വിനോദങ്ങളും നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ വിനോദങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരാൾക്ക് സമയം പോകുന്നതേ അറിയുകയില്ല. പക്ഷേ യാന്ത്രികമായി തീരുന്ന ഈ മനുഷ്യന് എന്നെങ്കിലും ഒരു സമയത്ത് ഒറ്റയ്ക്കിരിക്കേണ്ടി വരികയാണെങ്കിൽ, ഏകാന്തത്തിൽ അകപ്പെട്ടു പോവുകയാണെങ്കിൽ, വിനോദ ഉപാധികളിൽ നിന്ന് അവനെ പറിച്ചു മാറ്റപ്പെടുകയാണെങ്കിൽ അവൻ അന്ന് മരണത്തേക്കാൾ വലിയ ദുഃഖവും ഏകാന്തതയും അനുഭവിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ വാർദ്ധക്യം ഏറ്റവും വേദനാജനകമായിരിക്കുന്നത്. വാർദ്ധക്യത്തിലേക്ക് എത്തുന്നത് വരെ ആരോഗ്യകരമായ ഒരു ശരീരവും സാഹചര്യവും അവനുണ്ടായിരുന്നത് കൊണ്ട് ഉപാധികളിൽ അവൻ സുഖം കണ്ടെത്തി സമയം പോക്കി ജീവിച്ചു. അതിലൂടെ അവന് നഷ്ടമായത് അവൻ്റെ ആത്മാവിനെ അനുഭവിക്കാനുള്ള ആ സവിശേഷ സംസ്കാരമാണ്, ആന്തരിക സംസ്കാരം. ആത്മാവിനെ അനുഭവിക്കാനും ആത്മാവിൽ അഭിരമിക്കുവാനുമുള്ള ആ സംസ്കാരം ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ യാത്രയിലൂടെയും നേടിയെടുക്കേണ്ടതാണ്. ഒരു ദിവസം കൊണ്ട് നമുക്ക് അകത്തേക്ക് തിരിഞ്ഞ് ആത്മാവിൻ്റെ രസം നുണയാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ആന്തരികമായ ഒരു കൾച്ചർ, അത് നമ്മൾ നിരന്തരമായ സാധനയിലൂടെ, നിരന്തരമായ അന്വേഷണ പ്രക്രിയയിലൂടെ ആർജിക്കേണ്ടതാണ്. അപ്പോൾ മറ്റ് മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനുഷ്യനുള്ളത് ബുദ്ധിയാണ്. ആ ബുദ്ധിക്ക് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് പുറത്തേക്ക് തിരിഞ്ഞും അന്വേഷിക്കാം, അകത്തേക്ക് തിരിഞ്ഞും അന്വേഷിക്കാം. അകത്തേക്ക് തിരിഞ്ഞ് അന്വേഷിക്കുന്നിടത്ത് അവനെ തിരിച്ചറിയാൻ കഴിയുന്നു. അവൻ്റെ ചോദ്യങ്ങൾക്ക് ശമനമുണ്ടാകുന്നു. ഈ ലോകം എന്താണെന്നും എന്തിനാണെന്നും ഞാൻ ആരാണെന്നും എൻ്റെ ജീവിതം എന്തിനാണെന്നും എങ്ങനെ ഞാൻ ജീവിക്കണമെന്നും എന്തിനാണ് ഞാൻ ജീവിക്കേണ്ടതെന്നും ഉള്ള ചോദ്യങ്ങൾക്കെല്ലാം ശമനമുണ്ടാകുന്നത് ആന്തരികമായി അന്വേഷിക്കുമ്പോഴാണ്. ഈ ആന്തരികമായ അന്വേഷണമാണ് വാസ്തവത്തിൽ ഭാരതം
ലോകത്തിൻ്റെ മുന്നിൽ അനാവരണം ചെയ്ത് അവർ ഞെട്ടിച്ച് കളഞ്ഞിട്ടുള്ളത്. ഒരു മനഃശാസ്ത്രജ്ഞനും കണ്ടെത്താൻ കഴിയാത്ത മേഖലകൾ പോലും പൂർവ ഋഷിമാർ അവരുടെ ധ്യാന നിമഗ്നമായ ആ ആന്തരികതയിൽ നിന്ന് കണ്ടെടുത്ത് ഏറ്റവും സംവേദനക്ഷമമായിരിക്കുന്ന ഭാഷയിലൂടെ അവർ വിനിമയം ചെയ്തു. സംസ്കൃത ഭാഷയുടെ പ്രത്യേകത വളരെ സൂക്ഷ്മമായിരിക്കുന്ന തത്വങ്ങളെ പോലും ക്ലാരിറ്റിയോടുകൂടി അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് സംസ്കൃത ഭാഷയുടെ പ്രത്യേകത. അതുകൊണ്ട് സംസ്കൃത ഭാഷ, യോഗ, വേദാന്തം ഇതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇത് നമ്മൾ പഠിക്കണം. പഠിച്ച് അത് വരും തലമുറകൾക്ക് ശോഭയേകാനായിട്ട് നമ്മൾ പകർന്നു കൊടുക്കണം. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവിടെ ഈ വേദാന്ത കോഴ്സുകൾ 3 വർഷമായിട്ട് നടത്തി പോരുന്നത്.